സഹൃദയരെ, കർമ്മലീത്ത സന്യാസിനി സഭകളായ CCRന്റെയും AC-യുടെയും സഭാസ്ഥാപകയായ ധന്യയായ മദർ വെറോനിക്കയുടെ ജീവിതമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഞാനൊരു ജീവിത കഥ പറയാം. മാനവ സംസ്കാര ഭൂവിൽ നിറഞ്ഞൊരു മാലാഖ തന്നുടെ കഥ പറയാം. ഏവർക്കും സ്വാഗതം. കഥയല്ല, ജീവിതമാണ് മഹനീയമായി ജീവിച്ചു തീർത്ത ഒരു ജീവിത കഥ. പ്രിയമുള്ളവരെ, ഇതൊരു ചിറകില്ലാത്ത മാലാഖയുടെ കഥയാണ്. ഒരു പെൺകുട്ടിയുടെ കഥ. കഥ മദർ വെറോനിക്കയ്ക്ക് മരണമില്ല. കാരുണ്യത്തിൻ കരകാണാക്കടൽ താണ്ടിയെത്തിയ മാലാഖയെ കാലം മറച്ചു പോയെന്നാലും കാണാം കരളിനുള്ളറയിൽ. കാണാം കരളിൻ്റെ ഉള്ളറയിൽ. കർമ്മലീത്ത സന്യാസിനി സഭയായ CCRനെ കുറിച്ച് നാം ഒത്തിരി കേട്ടിട്ടുണ്ട്. അവളുടെ സാന്ത്വന സ്പർശം അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. എല്ലാറ്റിനും ഒരു തുടക്കമുണ്ടാവണം. തീർച്ചയായും കർമ്മലീത്ത സന്യാസിനി സഭയായ CCRന്റെ തുടക്കം സഭാസ്ഥാപകയായ മദർ വെറോനിക്കയിൽ നിന്നാണ്. പ്രേക്ഷകരുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ കുളിർമയും ഭക്തിയുടെ നൈർമല്യവും തന്ന് നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ഒരു അനുഭവകഥ. ഇന്ന് ലോകം ക്ലേശങ്ങളുടെയും അഗ്നി പരീക്ഷണങ്ങളുടെയും നടുവിലാണ്. ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവർക്കും തിമിരം. കാഴ്ചയിലും കാഴ്ചപ്പാടിലും തിമിരം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. ഭംഗിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുന്നത് കാണാം. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു വീതി കണ്ണുകൾ കാണാം. ഭംഗിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. തിമിരം ബാധിച്ച ഈ ലോകത്തിന് ശാന്തിയും സമാധാനവും സഹിഷ്ണുതയും കൊണ്ടുവരുവാൻ വിദ്യാഭ്യാസത്തിനേ കഴിയൂ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ മാത്രമേ സമൂഹത്തെ പുനരുദ്ധരിക്കാൻ കഴിയൂ എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിലൂടെ ആ പെൺകുട്ടി അടിയുറച്ച വിശ്വാസവും ഹൃദയം നിറയെ സ്നേഹവും ഹൃദയ നൈർമല്യവും ഭക്തിയുമായി അവൾ വീട് വിട്ടിറങ്ങി. ആ പുണ്യവതി നമുക്കൊരു മാതൃകയാണ്, പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. പ്രിയമുള്ളവരെ, ഈ കഥ നടക്കുന്നത് ഇവിടെയൊന്നുമല്ല കേട്ടോ. കേരളത്തിലല്ല, ഭാരതത്തിലല്ല, അല്ലേ അല്ല, അറേബ്യൻ നാടുകളിലുമല്ല, അങ്ങ് ദൂരെ കോൺസ്റ്റന്റിനോപ്പിളിൽ. ഈ കോൺസ്റ്റന്റിനോപ്പിൾ എവിടെയാ? ഇന്നത്തെ ടർക്കി ഇസ്താംബൂളിലാണ്. ആ മഹാനഗരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. വായോ. പ്രിയമുള്ളവരെ, നമ്മൾ ഏറെ പുറകോട്ട് സഞ്ചരിച്ചിരിക്കുന്നു.
200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒക്ടോബർ 1-ാം തീയതി ദേ നോക്കൂ, കാണുന്നില്ലേ ഒരു മണിമാളിക? കാണുന്നുണ്ട്. മനോഹരം. ആരാണ് ഇവിടെ താമസിക്കുന്നത്? മനോഹരമായിട്ടുണ്ട്. മനോഹരം മനോഹരം ഭാവനം മനോഹരം ഭൂമിയിലേക്കും മനോഹരം സ്വരങ്ങൾ കോർക്കും കാലങ്ങൾ സ്നേഹഗീതം പാടി. അതെ, അവർ പാടുന്നത് സ്നേഹഗീതം തന്നെയാണ്. ഇവിടുത്തെ ബ്രിട്ടീഷ് എംബസിയിൽ പ്രാർത്ഥനാ മന്ദിരത്തിന്റെ ചാപ്ലിനായ ഹെൻറി ഡാനിയലിന്റെയും ഇംഗ്ലീഷ് ഓഫീസറുടെ മകളായ മെറീന ഹാർട്ടിന്റെയും വീടാണിത്. ആ വീട്ടിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം. നോക്കൂ, സന്തോഷ സാഗരം അലയടിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ കുടുംബത്തിന് ഇന്ന് ഒരു പൊന്നോമന പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഐശ്വര്യം കളിയാടുന്ന മുഖം, പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾ, തിളങ്ങുന്ന കണ്ണുകൾ. നോക്കൂ, അവളുടെ പപ്പയായ ഹെൻറി ഡാനിയൽ കുഞ്ഞിനെ കൈകളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് ചെവി മെല്ലെ താഴ്ത്തി എന്തോ മന്ത്രിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. സോഫി ലിവ്സ്, സോഫി ലിവ്സ്. പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങു മാവാവോ ചഞ്ചകം ചഞ്ചകം പനിനീ ചന്ദ്രികേ ഇനി പോകവേ സോഫിയ കോൺസ്റ്റന്റിനോപ്പിളിലാണ് ജനിച്ചെങ്കിലും അവളുടെ പപ്പയുടെ ഉത്തരവാദിത്തങ്ങൾ കണക്കിലെടുത്തും ദൈവഹിതമനുസരിച്ചും അവർ അവിടെ നിന്ന് കോൺസ്റ്റന്റിനോപ്പിളിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക്, ഇംഗ്ലണ്ടിൽ നിന്ന് ലണ്ടനിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. എവിടെ താമസിച്ചാൽ എന്താ, ദൈവത്തെ ഹൃദയത്തിൽ ചുമക്കുന്നവർ പോകുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിമളവും കൊണ്ട് നിറയ്ക്കും. ഒരു പ്രൊട്ടസ്റ്റന്റ് വൈദികനും കൂടിയായ ഹെൻറി ഡാനിയൽ തൻ്റെ കുടുംബത്തെ മാറോട് ചേർത്ത് പിടിച്ചു. ആ നല്ല കുടുംബം മക്കളെ ദൈവഭയത്തിലും ശിക്ഷണത്തിലും ദൈവസ്നേഹത്തിലും വളർത്തി. കാരണം എന്താ? ദൈവം തന്ന ദാനങ്ങളാണ് മക്കൾ. ദൈവം തന്നതല്ലാതെ നമുക്ക് അഹങ്കരിക്കാൻ എന്താണുള്ളത്? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്നോളം ദൈവമെന്നെ കാത്തതുർന്നു പോകുകിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയെ തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. അന്ന് പണവും പ്രതാപവും ഉണ്ടായിരുന്നവർ മക്കളെ ഒരു ട്യൂട്ടറിന്റെ കീഴിലാണ് പഠിപ്പിച്ചിരുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസമല്ല, മക്കളെ ഒരുക്കി സ്കൂളിലേക്ക് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന സിസ്റ്റം അല്ല അന്നുണ്ടായിരുന്നത്. പ്രഗത്ഭരായ അധ്യാപകർ വീട്ടിൽ വന്ന് മക്കളെ പഠിപ്പിക്കും. സോഫിയയും അവളുടെ സഹോദരങ്ങളെയും ഇതുപോലെ പ്രഗത്ഭരായ അധ്യാപകർ വീട്ടിൽ വന്നാണ് പഠിപ്പിച്ചിരുന്നത്. അവൾക്ക് എന്തൊക്കെ അറിയാമായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ എന്നീ ഭാഷകൾ സ്വതസിദ്ധമായി കൈകാര്യം ചെയ്യാൻ അറിയായിരുന്നു. മാത്രമല്ല, വാദ്യോപകരണങ്ങൾ, ഡ്രോയിങ്, പെയിന്റിംഗ്, ബൈബിൾ പാരായണം, ബൈബിൾ വിവർത്തനം എന്നിങ്ങനെ സർവകലാ വല്ലഭയായിരുന്നു.
പ്രിയമുള്ളവരെ, അറിയേണ്ടത് അറിയേണ്ട സമയത്ത് അറിയേണ്ട രീതിയിൽ അറിയണം. അല്ലെങ്കിൽ മക്കൾ വളഞ്ഞിരുന്ന് വിളഞ്ഞ് വികൃതമായി പോകും. മക്കൾ താന്തോന്നികളായി മാറും. സോഫിയയ്ക്ക് സർവ്വകലയുമുള്ള ദൈവഭയമുള്ള ഒരു കുഞ്ഞായി വളർന്നു. ഇതൊന്നുമല്ല, കൂടാതെ അവളുടെ ഏറ്റവും ഇളയ അനിയത്തി ബദിരയും മൂകയുമായിരുന്നു. ആ കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമൊക്കെ ഈ കുഞ്ഞു മിടുക്കിയായ സോഫിയ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. 2 തുമ്പികളെപ്പോലെ അവർ ആ വീട്ടുമുറ്റത്തിൽ പറന്ന് കളിച്ചു വളർന്നു. കണ്ണാൽ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം. കണ്ണാൽ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം. കാരുണ്യത്തിന്റെ പാത പിന്തുടർന്ന ആ കുടുംബം വീണ്ടും ലണ്ടനിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു. ഒരിടം മാത്രമല്ല, പലയിടങ്ങളിലായിട്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് അവർ സൈറസിൽ നിന്ന് ഏതൻസിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. കാലം കടന്നുപോയി. ഇന്ന് കുഞ്ഞു സോഫിയ വളർന്ന് 17കാരിയായി ഒരു യുവതിയായി തീർന്നിരിക്കുന്നു. സോഫിയയുടെയും മേരിയാന്റെയും അനിയത്തിയായ മേരിയാന്റെയും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. കത്തോലിക്ക സഭയിലേക്ക് ചേർന്ന ന്യൂമാനെ അനുകരിച്ച് സോഫിയയും അവളുടെ സഹോദരിയായ മേരിയാനും കത്തോലിക്ക സഭയിലേക്ക് ചേർന്നു. പ്രിയമുള്ളവരെ, മതം ഒരു കറുപ്പല്ല, മതം ഒരു ലഹരിയല്ല, മതം ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു ചാലക ശക്തിയാണ്. 1840 ഈസ്റ്റർ കഴിഞ്ഞ് ഒരു ചൊവ്വാഴ്ച അവൾ ഉറങ്ങുകയായിരുന്നു. നേരം പരപരാ വെളുക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. സോഫിയ, എനിക്ക് നിന്നെ വേണം. സോഫിയ, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനമല്ല. അവൾ ചാടി എഴുന്നേറ്റു. ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. വീണ്ടും ഒന്ന് കേട്ടതുമില്ല. അവൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് കൈകൾ കൂപ്പി ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചു. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്ക് പൈതൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്ക് പൈതൽ. ഇതേ ദർശനം മറ്റൊരിക്കൽ വീണ്ടും ആവർത്തിച്ചു. അത് സംഭവിക്കുന്നത് സെയിന്റ് ജോസഫ് ഓഫ് ദി അപ്പാരിഷൻ കോൺഗ്രിഗേഷൻ ഹോസ്റ്റലിൽ വെച്ചായിരുന്നു. സോഫിയ, എനിക്ക് നിന്നെ വേണം. സോഫിയ, എനിക്ക് നിന്നെ വേണം. ഈ ദിവ്യസ്വരം വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ അവൾ മനസ്സിലാക്കി, ഇതൊരു സാധാരണ സ്വരമല്ല, ഇത് വെറും തോന്നലല്ല, ഇതൊരു വിളിയാണ്, ഇതൊരു ദൈവവിളിയാണ്. ദൈവത്തിൻ്റെ കരം ചേർത്ത് പിടിച്ച് ഇനിയുള്ള കാലം മുന്നോട്ട് ജീവിക്കാനുള്ള വിളി. അവൾ അവളുടെ അമ്മയുടെ അരികിലേക്ക് പോയി. ഈ ദർശനം വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ അവൾ മനസ്സിൽ ചിലത് കുറിച്ചിട്ടു. അമ്മയുടെ അരികിൽ പോയി അവൾ പറഞ്ഞു, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, പറഞ്ഞോളൂ. അമ്മേ, എനിക്ക് ഒരു സിസ്റ്റർ ആകണം. ഇനിയുള്ള ജീവിതം ആ കന്യാസ്ത്രീ മഠത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ കൈപിടിച്ച് ദൈവത്തിൻ്റെ സ്വരം കേട്ട് എനിക്ക് ജീവിക്കണം. എന്ത്? നിനക്ക് സിസ്റ്റർ ആകാനോ? നിനക്ക് നേവി ഓഫീസറുമായിട്ടുള്ള വിവാഹബന്ധം ഉറപ്പിച്ചിരിക്കുന്നത് ഇത്ര വേഗം മറന്നുപോയോ? എനിക്കൊന്നും കേൾക്കണ്ട, നിന്റെ ഒരു ഭാഷ്യവും എനിക്ക് കേൾക്കണ്ട. എന്നെ വെറുതെ എൻ്റെ സമാധാനം കളയാതെ കടക്ക് പുറത്ത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചിന്തിക്കാനുണ്ട്. വിവാഹം വരുന്നത് ഇത്ര വേഗം മറക്കുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ. നിന്നോട് പറയാൻ എനിക്കൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പിച്ചോ, മരണക്കിടക്കയിൽ കിടന്നാൽ പോലും നിന്റെ സന്യാസ്ത ജീവിതത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല. അവൾ ചിറകൊടിഞ്ഞ കിളിയെപ്പോലെ മന്ദം മന്ദം അവിടെ നിന്ന് അകന്നുപോയി. ഹൃദയം നിറയെ ഭാരവുമായി സ്വർഗത്തിനും ഭൂമിയിലിടും ഇടയിൽ ഒരു മൽപിടുത്തം. ഇനി
ഇനി എന്ത് ചെയ്യും? എങ്ങനെ തീരുമാനിക്കും? അവൾ ആകെ വലഞ്ഞു. എങ്കിലും അവളുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് തൻ്റെ ഉള്ളിലിരിക്കുന്ന ദിവ്യനാഥനെ ചേർത്ത് പിടിച്ച് ആ സ്വരം ശ്രവിക്കുവാൻ അവൾ പല ആവർത്തി ശ്രമിച്ചു. ഒടുവിൽ അവൾ തീരുമാനിച്ചു, എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആരൊക്കെ എതിർത്താലും ശരി, എൻ്റെ ജീവിതം കന്യാസ്ത്രീ മഠത്തിലാണ്. ഇനിയുള്ള ജീവിതം ആ ദൈവത്തിൻ്റെ കരം പിടിച്ച് സ്വരം കേട്ട് ഞാനിനി ജീവിക്കും. അപ്രകാരം 1850 സെപ്റ്റംബർ 14 സോഫിയ കോൺവെന്റിൽ ചേരുകയും സെന്റ് ജോസഫ് ഓഫ് ദി അപ്പാരിഷൻ കോൺഗ്രിഗേഷന്റെ സഭാവസ്ത്രം സ്വീകരിച്ച് സോഫിയ മദർ വെറോനിക്കയായി മാറി. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയെ നേടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ നിൻഹിതം ചെയ്യാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. ബോധമോടിക പൂർണ്ണമായി. ഭൂമിയെ സ്വർഗമാക്കാൻ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് വിശുദ്ധിയും വിശ്വസ്തതയും കാത്തു സൂക്ഷിച്ച് അവൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തു. അവളുടെ മുഖത്തിന്റെ ചൈതന്യം കണ്ട് ഒരിക്കൽ എതിർത്ത അമ്മ പോലും പറഞ്ഞു, മോളെ, നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്, ഈ വസ്ത്രം നിനക്ക് നന്നായി ചേരുന്നുണ്ട്, നല്ല ചേല എൻ്റെ കുഞ്ഞിനെ കാണാൻ. കാരണം മറ്റൊന്നുമല്ല, അവളുടെ ചങ്കും ചങ്കിടിപ്പുമായി ക്രിസ്തു മാറി. ചങ്കാണ് ഈശോ, എന്റെ ചങ്കടിപ്പാണ് ഈശോ, ഒന്നാണ് ഞങ്ങൾ പടിയടുത്തിമത്തിടും ഞാൻ. ചങ്കാണ് ഈശോ, എന്റെ ചങ്കടിപ്പാണ് ഈശോ, ഒന്നാണ് ഞങ്ങൾ പടിയടുത്തിമത്തിടും ഞാൻ. സന്യാസ വസ്ത്രം സ്വീകരിച്ചതിൻ്റെ ആദ്യ കാലങ്ങളിൽ അവൾ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രാധാന്യം കൊടുത്തു. നാളുകൾ കഴിഞ്ഞപ്പോൾ അവളുടെ വിളി ആതുര ശുശ്രൂഷ രംഗത്തുമുണ്ടെന്ന് തിരിച്ചറിയുകയും ആതുര ശുശ്രൂഷ മേഖലയിൽ ശ്രദ്ധിക്കുകയും ചെയ്തു. കാരണം സേവനമന്നേ യുവധർമ്മം, സ്വാതന ജീവിത ജയധർമ്മം, വളരും സേവാഭാവനയാൽ ജീവിത പുഷ്പം വിടരട്ടെ, ജീവിത പുഷ്പം വിടരട്ടെ. 1860 പൈറസിൽ സ്ഥാപിതമായ പുതിയ മഠത്തിൽ മദർ സുപ്പീരിയറായി മദർ വെറോനിക്ക നിയമിതയായി. അവിടെ ആയിരിക്കുമ്പോഴാണ് റോമിലേക്ക് പോകാനുള്ള സാധ്യതകൾ തെളിയുകയും മാർപ്പാപ്പയെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി മടങ്ങുമ്പോൾ അമ്മയുടെ മുന്നിൽ പുതിയ വഴികൾ തെളിയുന്നു. ഇന്ത്യയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യയിൽ നിന്ന് ബിഷപ്പ് മാറി എഫ്രം ഒരുക്കിക്കൊടുത്തു. അങ്ങനെ മദർ വെറോനിക്ക ഇന്ത്യയിലേക്ക്. ജന്മകാരിണി ഭാരതം, ധർമ്മവേദിനി ഭാരതം, ജന്മകാരിണി ഭാരതം, കർമ്മവേദിനി ഭാരതം. ഏറെ നാളത്തെ കപ്പൽ യാത്രയ്ക്ക് ശേഷം കേരളത്തിലെ രുചികളുടെ നാടായ നമ്മുടെ സ്വന്തം കോഴിക്കോട്ട് അമ്മ കപ്പലിറങ്ങി. കോഴിക്കോട്ടിലെ കർമ്മല മഠത്തിലായിരിക്കുമ്പോഴാണ് ശരിക്കും കേരളത്തിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, മാറുമറയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, എന്തൊക്കെ കാഴ്ചകൾ കാണണം, എന്തൊക്കെ കേൾക്കണം. അമ്മയുടെ മനസ്സ് വല്ലാതെ മടുത്തു. കേരളത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ മദർ വെറോനിക്ക കേരളത്തിൽ ഉടനീളം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. പെൺകുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി അമ്മ പല സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ടു. നിങ്ങൾക്കറിയോ, പെൺകുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ച ആദ്യത്തെ ദക്ഷിണേന്ത്യയിലെ സ്കൂളും തിരുവിതാംകൂറിലെ ആദ്യത്തേതുമായ സ്ഥാപനം
അനന്തപുരിയിലെ ഹോളി ഏഞ്ചൽസ് സ്കൂളാണ്. ആനിമസ്ക്രീൻ പോലുള്ള സമര സേനാനികൾക്ക് ജന്മം കൊടുത്ത മണ്ണാണ് ഹോളി ഏഞ്ചൽസ് സ്കൂൾ. കടലോര ഗ്രാമങ്ങളിലെ മക്കളും വളർന്നു വരണം എന്ന ലക്ഷ്യത്തോടുകൂടി ഓൾ സെയിൻസ് കോളേജ് സ്ഥാപിച്ചു. ഇങ്ങനെ എത്രയെത്ര സ്ഥാപനങ്ങൾ, എത്രയെത്ര കഥകൾ. കാലം കടന്നുപോയി. ദൈവം ഏൽപ്പിച്ച സകല ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് ഒരു മടക്കയാത്രയ്ക്ക് ഒരുങ്ങുവാനായി വീണ്ടും പഴയ കോൺവെന്റ് പൈറസിലെ കർമ്മല മഠത്തിലേക്ക് അവൾ യാത്രയായി. ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നന്ദി പറഞ്ഞും അവൾ ജീവിതത്തിൻ്റെ അവസാനം ചെലവഴിച്ചു. 1906 നവംബർ 16 അവൾ സ്നേഹിച്ച് ലാളിച്ച് ഹൃദയത്തിൽ കൊണ്ടു നടന്ന ദൈവത്തിൻ്റെ കൈപിടിച്ച് അവൾ രാജകൊട്ടാരത്തിലേക്ക് യാത്രയായി. പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്ത് കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ദിവ്യകുമാരന്റെ കൈപിടിച്ച് അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായെങ്കിലും ഇന്നും അവൾ ജീവിക്കുന്നു. ആരിലൂടെ? എന്നിലൂടെ, നിന്നിലൂടെ, നമ്മളിൽ ഓരോരുത്തരിലൂടെയും അമ്മ ജീവിക്കുന്നു. പ്രത്യേകിച്ച് അവൾ പെറ്റ ഇരട്ട സന്താനങ്ങളായ 2 മക്കളായ ട്വിൻ ഡോട്ടേഴ്സായ ACCCR സഭകളിലൂടെ അമ്മ ജീവിക്കുന്നു. ഈ 200ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മദർ വെറോനിക്കയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ കരം പിടിച്ച് ഇനിയും വലിയ വലിയ കാര്യങ്ങൾ ഈ എളിയ കരങ്ങളിലൂടെ വെളിപ്പെടുവാൻ, സ്വർഗത്തിലെ മാലാഖയെ ഭൂമിയിൽ ജനിപ്പിക്കുന്ന സഭയായി മാറുവാൻ, സഭാംഗങ്ങളായി മാറുവാൻ, ഈ സഭയിലൂടെ ഈ ലോകത്തിനെ തന്നെ ശുദ്ധീകരിക്കുവാൻ എടുത്തുയർത്തി ഉപയോഗിക്കണമേ എന്ന് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂപ്പുകൈ മുട്ടുകളോടെ വെറോനിയാമമ്മേ നമിക്കുന്നു പാദാന്തികത്തിൽ, പൂവിതൾ പോലെ പതിക്കുന്നു ഹൃദയമാ പാവനമാ പാദയുഗ്മത്തിലിപ്പോൾ. പ്രിയമുള്ളവരെ, മദർ വെറോനിക്ക നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കഥ നിർത്തുന്നു. നന്ദി, നമസ്കാരം.